ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ എപ്പോഴും ടെൻഷനിലായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ല. കാരണം അവരുടെ സന്തോഷം ഇത് പിടിച്ചു കിട്ടുന്നതിലും ഇത് വെട്ടിപ്പിടിക്കുന്നതിലും അത് വെട്ടിപ്പിടിക്കുന്നതിലുമാണ്. അല്ലാതെ ഭഗവാനെ കുറിച്ച് കേട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, നമ്മുടെ ബോധത്തിനനുസരിച്ചാണ് നമുക്ക് ആസ്വാദനം തോന്നുന്നത്. താഴ്ന്ന ബോധത്തിലുള്ള വ്യക്തികൾക്ക് താഴ്ന്ന വിഷയങ്ങളിലായിരിക്കും ആസ്വാദനം കാണുന്നത്. ഇന്ദ്രിയ ആസ്വാദനം, ആ ശരീര സംബന്ധമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്ന വ്യക്തി. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു, IIT കോളേജ് പോലെ. എന്നിട്ട് ആ അഡ്മിഷൻ എടുത്ത് ആ കോളേജിൽ കയറിയതിന്റെ ഉദ്ദേശം എന്താണ്? നന്നായി പഠിച്ച് അവിടെ നന്നായി പാസ്സായി നല്ല അറിവുകൾ നേടിയെടുക്കുക എന്നതാണ്. പക്ഷെ അതിന് പകരം ഒരു കുട്ടി അവിടെ ചെന്നിട്ട് ഭക്ഷണത്തിലും ഉറക്കത്തിലും മാത്രം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കറങ്ങി നടക്കാനും ജോളിയായിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മണ്ടത്തരമല്ലേ കാണിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് മാസം തോറും ഒരു ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യട്ടെ. നമ്മൾ അത് ജോലി ചെയ്തില്ല എങ്കിൽ, നമ്മൾ തിന്നും ഉറങ്ങിയും കുടിച്ചും കറങ്ങിയും ജീവിക്കുകയാണെങ്കിൽ അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാനുള്ളതല്ല. കർത്തവ്യങ്ങളുണ്ട് നമുക്ക്. എന്താണ് ആ കർത്തവ്യം? നമ്മുടെ വയറ് നിറയ്ക്കുക, നമ്മുടെ ബന്ധുക്കളുടെ വയറ് നിറയ്ക്കുക. ഇന്നത്തെ ദിവസവും വയറ് നിറയണം, നാളത്തെ ദിവസവും വയറ് നിറയണം. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാവരുത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീടുണ്ടായിരിക്കണം, ലക്ഷറിയസ് ലൈഫായിരിക്കണം, നല്ലൊരു ഏറ്റവും വില കൂടിയ കാറുണ്ടായിരിക്കണം. ഇതൊക്കെ ശരീരത്തിന് സുഖം നൽകുന്ന കാര്യങ്ങൾ. പക്ഷെ ശരീരം എപ്പോഴും നമുക്ക് ക്ലേശം നൽകിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഈ ശരീരത്തിന് സുഖം നൽകുന്നോ അത്രത്തോളം ക്ലേശവും ഈ ശരീരം നമുക്ക് നൽകിക്കൊണ്ടു. കാരണം എന്താ? രോഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യും, മരണം നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ആരും അറിയുന്നില്ല, എന്തോ ആവട്ടെ, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തിന്നും കുടിച്ചും ഉറങ്ങുകയും ജീവിക്കാന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ജീവിക്കാം. അവരുടെ ജീവിതത്തെ ന്യായീകരിക്കാൻ പറ്റും, അവരുടെ കർത്തവ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.